നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി മുന്നോട്ടു പോകരുതെന്ന് ബിജെപി നേതൃത്വം ആവശ്യപ്പെട്ടുവെന്ന് പ്രതികരിച്ച് ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ ഭർത്താവ് രംഗത്ത്. ഈ പരാതിക്കാരിയുടെ ഭർത്താവ് ബിജെപി പ്രവർത്തകനാണ്. തന്നെ യുവമോർച്ചയിൽ നിന്ന് പുറത്താക്കിയതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ഇദ്ദേഹം വിശദീകരിക്കുന്നത്. തന്റെ ഭാഗം പോലും കേൾക്കാതെയാണ് നടപടി ഉണ്ടായതെന്നും അതിജീവിതയുടെ ഭർത്താവ് പറയുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഈ പരാതിയുമായി DGPക്കൊക്കെ അദ്ദേഹം സമീപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നാലെ BJP നേതൃത്വം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിയുമായി മുന്നോട്ട് പോകരുതെന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായതെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. BJPക്കെതിരെയുള്ള പരാതിയുമായിട്ടാണ് ഭർത്താവ് ഇപ്പോൾ രംഗത്ത് വന്നത്. ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി ഇദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയം തന്നെ താൻ പരാതിയുമായി മുന്നോട്ട് പോകരുതെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ വിഷയത്തിന് പിന്നാലെയാണ് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നത്. പഞ്ചായത്തിൽ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്താക്കിയതെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ താൻ ഈ പരാതി നൽകിയ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടി ഉണ്ടായത്. അദ്ദേഹം ആരോപിക്കുന്നത് എന്തായാലും വിശദീകരണം പോലും തന്റെ ഭാഗത്തുനിന്ന് കേട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. രാഹുലിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനമെന്നും വ്യക്തമാക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയതിന് പിന്നാലെയാണ് യുവതിയുടെ ഭർത്താവിനെതിരെ യുവമോർച്ച നടപടിയെടുത്തത്. ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയതായി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് വേണുഗോപാലാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതിയെ തുടർന്നാണ് ഈ ഒരു നടപടിക്ക് പിന്നിൽ മറ്റു കാരണങ്ങളൊന്നുമില്ലെന്ന് വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നടപടിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് പരാതിക്കാരിയുടെ ഭർത്താവ് ആരോപിക്കുന്നത്. ഭർത്താവുമായുള്ള ബന്ധം വഷളായ സമയത്താണ് ഈ യുവതിയെ പരിചയപ്പെട്ടതെന്നും പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുകയാണ് ചെയ്തതെന്നുമായിരുന്നു രാഹുലിന്റെ വാദം. പക്ഷെ ഇത് പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് യുവതിയുടെ ഭർത്താവിന്റെ പരാതി. തന്റെ കുടുംബജീവിതം തകർത്തെന്ന് ആരോപിച്ചാണ് യുവാവ് പരാതി സമർപ്പിച്ചത്. രാഹുലിനെതിരെ BNS 84 പ്രകാരം കേസ് എടുക്കണമെന്നും പരാതിക്കാരിയുടെ ഭർത്താവ് ആവശ്യപ്പെട്ടു. വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും രാഹുൽ തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വീണ്ടും മത്സരിക്കുമോ എന്ന ചർച്ചകൾ സജീവമായിരിക്കെയാണ് MLAക്കെതിരെ പരാതിക്കാരിയുടെ ഭർത്താവ് രംഗത്ത് വന്നത്. തനിക്ക് വലിയ മാനനഷ്ടം ഉണ്ടാവുകയും കുടുംബജീവിതം തകർക്കുകയും ചെയ്തു. മാതാപിതാക്കളുടെ ഏക മകനായ താൻ നാട്ടിലാണ് താമസിക്കുന്നത്. ഭാര്യ ജോലിയുടെ ഭാഗമായി ഒറ്റയ്ക്കായിരുന്നു താമസം. തന്റെ അസാന്നിധ്യം അവസരമാക്കി രാഹുൽ പരാതിക്കാരി വശീകരിച്ചു. ഭർത്താവുമായുള്ള ബന്ധം വഷളായ സമയത്താണ് യുവതിയെ പരിചയപ്പെട്ടതെന്നും പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുകയാണ് ചെയ്തതെന്നുമാണ് രാഹുൽ വാദിക്കുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും തള്ളിയാണ് യുവതിയുടെ ഭർത്താവ് രംഗത്ത് വന്നത്. താൻ നൽകിയ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നാണ് അതിജീവിതയുടെ ഭർത്താവ് ആരോപിക്കുന്നത്. ഇതിൽ കേസെടുക്കുന്നില്ല എന്നും അദ്ദേഹം ആരോപണം ശക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രകാരം രാഹുലിനെതിരെ ഈ വിഷയത്തിൽ പ്രത്യേക കേസ് എടുക്കേണ്ട എന്നും അതിജീവിത നൽകിയ കേസിൽ ഈ അന്വേഷണം നടത്തിയാൽ മതിയെന്നുമുള്ള സൂചനകളാണ് പുറത്തുവന്നത്. കുടുംബ പ്രശ്നത്തിൽ ഇടപെടാനെന്ന് പറഞ്ഞെത്തിയ രാഹുൽ തന്റെ കുടുംബജീവിതം തകർത്തുവെന്നാണ് യുവാവ് ആരോപിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് യുവാവ് പറയുന്നത്. രാഹുലിന്റെ MLA സ്ഥാനമാണ് കോൺഗ്രസ് ആദ്യം രാജിവെപ്പിക്കേണ്ടതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. തനിക്ക് നീതി കിട്ടണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കുരുക്കായി രണ്ടാം പ്രതി ജോബി ജോസഫിന്റെ മൊഴി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. രണ്ടാം പ്രതി ജോബി ജോസഫിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിജീവിതയ്ക്ക് ഒരു പൊതി കൈമാറിയെന്നാണ് രണ്ടാം പ്രതി ജോബി ജോസഫ് പോലീസിന് മൊഴി നൽകിയത്. പൊതിയിൽ എന്താണെന്ന് അറിയില്ലായിരുന്നുവെന്നും രാഹുലിന്റെയും അതിജീവിതയുടെയും സുഹൃത്താണ് ഈ പൊതി തന്നുവിട്ടതെന്നുമാണ് ജോബി പറഞ്ഞത്. ജോബിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. മുൻകൂർ ജാമ്യം ലഭിച്ച ശേഷമാണ് ഈ ചോദ്യം ചെയ്യലുണ്ടായത്. ഫോൺ ഹാജരാക്കാൻ ജോബിക്ക് നോട്ടീസ് നൽകിയതാണ്. പക്ഷെ ചോദ്യം ചെയ്യലിനെത്തിയപ്പോൾ ഫോൺ കൊണ്ടുവന്നില്ല എന്നും ഫോൺ ഹാജരാക്കിയില്ലെങ്കിൽ ജാമ്യം റദ്ദാക്കാനുള്ള നടപടിയെടുക്കുവാനുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീക്കം. ഗർഭചിത്രത്തിനുള്ള ഗുളിക കൈമാറിയത് ജോബി എന്നാണ് അതിജീവിത പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കേസിലെ രണ്ടാം പ്രതിയാണ് ജോബി. മുൻകൂർ ജാമ്യം ലഭിച്ച ഇയാളുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഫോൺ ഹാജരാക്കാൻ ജോബിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനെത്തിയപ്പോഴാണ് ഇദ്ദേഹം ഫോൺ ഹാജരാക്കാതിരുന്നത്. ഇനിയും ഫോൺ ഹാജരാക്കാത്ത ഒരു പക്ഷമാണെന്നുണ്ടെങ്കിൽ ജാമ്യം റദ്ദാക്കുന്ന നടപടികളിലേക്ക് നീങ്ങുവാനാണ് തീരുമാനം. അതിജീവിതയുടെ മൊഴി ശരിവെക്കുന്നതാണ് പക്ഷെ ജോബിയുടെ ഇപ്പോഴത്തെ ഒരു വെളിപ്പെടുത്തൽ. രാഹുൽ വീഡിയോ കോൾ വഴി തന്നെ നിർബന്ധിച്ചു ഗുളിക കഴിപ്പിച്ചു എന്നാണ് അതിജീവിത നേരത്തെ നൽകിയ മൊഴി. അതേസമയം ബലാത്സംഗ കേസിൽ MLAയുടെ അറസ്റ്റ് തടഞ്ഞ് ഈ മാസം 21 വരെ ഹൈക്കോടതി നീട്ടിയിട്ടുണ്ട്. ആദ്യ ബലാത്സംഗ കേസിലെ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അതിജീവിതയെ കക്ഷി ചേർക്കുകയും ചെയ്തിരുന്നു. വിശദമായ മറുപടി സത്യവാങ്മൂലം നൽകാൻ ഹൈക്കോടതി 2 ആഴ്ചത്തെ സമയം അനുവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിജീവിതയുടെ അഭ്യർത്ഥന പരിഗണിച്ച ശേഷമാണ് ഈ കോടതിയുടെ നടപടി.
21-ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദവാദം കേൾക്കും. സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങൾ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും കോടതി മുൻകൂർ ജാമ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതുപോലെ തന്നെ രാഹുൽ ഈശ്വറിനെതിരെ നിയമോപദേശം ലഭിച്ച തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ജാമ്യ വ്യവസ്ഥ രാഹുൽ ഈശ്വർ ലംഘിച്ചു എന്നതാണ് പരിശോധിക്കുന്നത്. താൻ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്ന് പരാതിയിൽ പറഞ്ഞത് തെറ്റാണെന്നും വീഡിയോ ചെയ്യുന്നതിലും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിലും തനിക്ക് വിലക്കില്ല എന്നുമാണ് രാഹുൽ ഈശ്വർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഡ്രഗ്സും റേപ്പ് കേസും ഉണ്ടായിട്ട് വേടൻ ജയിലിൽ കിടന്നിട്ടില്ല. താൻ 16 ദിവസമാണ് കിടന്നത്. അതിജീവിത എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഭർത്താവാണ് ശരിക്കും അതിജീവിതൻ. അവനെ സപ്പോർട്ട് ചെയ്തു കൊടുത്ത വീഡിയോ ആണ് ആ പെൺകുട്ടിയെ പ്രകോപിപ്പിച്ചത്. അയാൾക്കെതിരെ പരാതി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് തനിക്കെതിരെ പരാതി കൊടുത്തതെന്നും രാഹുൽ പറയുന്നുണ്ട്. അവർ പരാതിക്കാരിയാണ്, അതിജീവിതയല്ല. ഞാൻ ഫോട്ടോ ഷെയർ ചെയ്തിട്ടില്ല, ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. സ്ത്രീ സുരക്ഷ എന്ന ആശയത്തെ അവർ ദുരുപയോഗം ചെയ്യുകയാണ്. പരാതിക്കാരി പറയുന്ന പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് രാഹുലിന്റെ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവിന്റെ 14-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അവർ അതിജീവിതയാകുന്നതെന്നാണ് രാഹുൽ ചോദിച്ചത്. മാധ്യമങ്ങൾ അവളോടൊപ്പം അവനോടൊപ്പമല്ല നിൽക്കേണ്ടത്, സത്യത്തിനൊപ്പം നിൽക്കണം. ദിലീപിനെ കള്ളക്കേസിൽ ജയിലിൽ ഇടാൻ സാധിക്കുമെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ സേഫ്? എനിക്ക് ശക്തമായ എതിർപ്പുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഞാൻ കള്ളം പറയില്ല. ആളുകളെ പെടുത്തുന്ന പരിപാടി നിർത്തണം. ഇല്ലാത്ത പരാതിയുടെ പേരിലാണ് എന്നെ ക്രൂശിക്കുന്നത്. അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിൽ നിന്ന് അറിഞ്ഞത്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. ഞാനും രാഹുൽ മാങ്കൂട്ടത്തിലും സുഹൃത്തുക്കളല്ല എന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരുന്നു. ഞങ്ങളുടെ പുരുഷ കമ്മീഷനെ എതിർത്തത് രാഹുലാണ്. ഞങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയമുള്ളവരാണ്. പോക്സോ കേസിന്റെ പേരിൽ സ്കൂളിലെ പരിപാടിക്ക് പങ്കെടുത്തത് വിവാദമായി. പക്ഷേ അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ പാർട്ടിയിൽ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുവാനായി സമീപിച്ചു. കേസ് വ്യാജമാണെന്ന് തെളിഞ്ഞല്ലോ എന്നാണ് അവരുടെ വിശദീകരണം. പക്ഷേ താൻ വീഡിയോ ചെയ്തില്ല എന്നും രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർത്തു.